Hi friends, welcome to Market Gene YouTube channel. നമ്മളുള്ള സദർ ബസാറിലാണ്. സദർ ബസാറിൽ ബെൽറ്റ് പേഴ്സ് പിന്നെ സ്പ്രേ സാധനങ്ങളൊക്കെ കൂടി തുടങ്ങിയിട്ട് ഒറ്റ ഷോപ്പിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. നമ്മൾ ചെരുപ്പിൻ്റെ പർച്ചേസിങ് കണ്ടിന്യൂ പോകുന്നതുകൊണ്ട് അതിലേക്ക് ഇറങ്ങിയില്ലായിരുന്നു. ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് ആ ഷോപ്പ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടേക്ക് എത്താനായി. നമ്മളെ കൂടെ പുതിയൊരാളും കൂടി ഉണ്ട് കേട്ടോ, അജ്മൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഉണ്ടാവും ഇപ്പോൾ കുറച്ച് ദിവസം. ഞാൻ ഇപ്പോൾ നാട്ടിൽ പോകുന്ന സമയത്ത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പർച്ചേസിങ്ങിനാണെങ്കിൽ അവനെ കോൺടാക്ട് ചെയ്താൽ മതി. അവൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഷോപ്പിലേക്ക് എത്തിയിട്ട് കാണാം. ഓക്കെ, സദർ ബസാറിൽ ഏകദേശം 2-3 ഓർഡർ ഉണ്ട്. എല്ലാം അങ്ങോട്ട് കൊണ്ട് തിരിച്ചെടുക്കുക. അപ്പോൾ അതൊന്ന് ഓർഡർ ആക്കി ഫസ്റ്റ് നമ്മൾ പോകുന്നത് LED ലൈറ്റ്, അതിന് ശേഷം പിന്നെ ബെൽറ്റ് പേഴ്സ് സാധനം എടുക്കുക എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഓരോ ഏരിയ ആയിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് പോകുന്ന പാൻമണ്ടിയിലേക്കാണ്. പാൻമണ്ടിയാണ് മെയിനായിട്ട് LED ലൈറ്റിൻ്റെ ഏരിയ. അവിടുന്ന് കുറച്ച് LED മിർച്ചി ലൈറ്റൊക്കെ കൂടി പർച്ചേസ് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ തന്നെ വരണം നമുക്ക് ബെൽറ്റ് പേഴ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സദറിൻ്റെ ഉള്ളിൽ എല്ലാ ഐറ്റവും അവൈലബിൾ ആണ്. ഇതിപ്പോൾ കുട്ടികളെ കളിക്കണതും പേഴ്സും സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു ഏരിയയാണിത്. ഈ ഏരിയയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഒരാൾ വിളിച്ചു പറയാം നമ്മളോട് ഇലക്ട്രിക്കൽ നമുക്ക് LED ലൈറ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉള്ളിൽ കൂടെ എങ്ങനെ പോയി അടുത്തതിൻ്റെ ഉള്ളിൽ കയറണം എന്നുള്ളതിനെ പറ്റി ചെറിയൊരു ഐഡിയ വേണം. ആ ഐഡിയ ഇല്ലാതെ കണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തല ഇറങ്ങി പോകും. കാരണം ഒക്കെ തൊട്ടടുത്തടുത്താണ്. അടുത്തടുത്ത് പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് നടക്കാനുള്ള ഗ്യാപ്പുള്ള എല്ലാ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കും. പക്ഷേ ഓരോന്നും ഏത് മാർക്കറ്റിലാണ് ഉള്ളത് ആ മാർക്കറ്റ് തേടി പിടിച്ച് അതുമാതിരി ഷോപ്പ് നമ്പർ ഉണ്ടാവും. ആ ഷോപ്പ് നമ്പറൊക്കെ തേടി പിടിച്ച് വരുമ്പോഴേക്ക് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പുകാർ വരും, ഷോപ്പിൽ നിന്ന് ആരെങ്കിലും വരും നമ്മളെ കൂട്ടിക്കൊണ്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ നിൽക്കുന്ന സ്പോട്ടും അവർ പറഞ്ഞ സ്ഥലവും ഇതൊക്കെ നമ്മൾ ഇവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് തന്നെ അറിയുന്നില്ല ഏതാണ് സ്ഥലം എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി. നമുക്കെന്തായാലും ഫസ്റ്റ് പോയിട്ട് LED ലൈറ്റ് കുറച്ച് എടുത്തിട്ട് വരാം. ഇപ്പോൾ നിങ്ങളിവിടെ വരികയാണ് കുറച്ച് ഈ കുട്ടികൾ കളിക്കുന്ന സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കളിപ്പാട്ടം പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ ഇതുപോലത്തെ ഷോപ്പും ഉണ്ടാവും. ഓക്കെ, ഇതിലിപ്പോൾ കുട്ടികൾ കളിക്കുന്ന ഒരു ഏരിയയിൽ ഒരൊറ്റ ഷോപ്പാണ്. ഇതിൻ്റെ തന്നെ മെയിൻ ഏരിയ ഉണ്ട്. അവിടെ കുട്ടികൾ കളിക്കുന്നതിൻ്റെ മാത്രമായിരിക്കും ഒരുപാട് ഷോപ്പിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ആ ഷോപ്പിൽ തന്നെ ഇതുപോലത്തെ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറണം. മുകളിലായിരിക്കും അധികം ഹോൾസെയിൽ വില കുറവുണ്ടാവുക. താഴത്ത് അവർ മുകളിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് വിൽക്കുന്നതിൻ്റെ സാധനമായിരിക്കും താഴത്തുണ്ടാവുക. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും LED മാർക്കറ്റിലേക്ക് തന്നെ കേട്ടോ. LED മാർക്കറ്റിൽ അന്ന് ക്രിസ്മസും ന്യൂ ഇയറും കഴിഞ്ഞാൽ പിന്നെ പർച്ചേസിംഗ് ഇല്ല. ഇപ്പോൾ ഉത്സവ സീസൺ തുടങ്ങിയപ്പോൾ വീണ്ടും LEDൻ്റെ പർച്ചേസിങ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവരെ വിളിച്ച് കാണിച്ചു കൊടുക്കാം. ഫസ്റ്റ് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത് 200 പീസ് ഇട്ടത്. 200 പീസ് LED മിർച്ചി ലൈറ്റാണ്. 45 ഉറുപ്പ്യക്കാണ് 200 പീസ് എടുക്കുമ്പോൾ. കുറയ്ക്കാൻ പറഞ്ഞിട്ട് മാക്സിമം കുറച്ചാണ് ഇപ്പോൾ അത്. ഇനി അതിലും കുറവുണ്ടോ എന്നുള്ള അറിയില്ല. എന്തായാലും ചെക്ക് ചെയ്യണം ഒന്നും കൂടി എല്ലായിടത്തും. ഇതിപ്പോൾ നമ്മൾ മാക്സിമം പറഞ്ഞിട്ടാണ് ഇപ്പോൾ 45 ആയിട്ടുള്ളത്. ഇനി അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുറയ്ക്കുമോ എന്നുള്ളത് അറിയില്ല. ഓക്കെ, ചിലപ്പോൾ അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ 1-2 ഉറുപ്പ്യൊക്കെ കുറയ്ക്കാൻ മതി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടില്ല അതിൻ്റെ വിവരം. അപ്പോൾ ഇത് നമ്മൾ പാക്കിങ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിടും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കൊറിയർ, ഒന്നെങ്കിൽ DTDC അല്ലെങ്കിൽ ഡെലിവറി ഏതെങ്കിലും ഒരു കൊറിയർ വഴി വിടും. 15 മീറ്ററിൻ്റെ വലിയ LED വരുന്ന ഈ സാധനത്തിന് 65 രൂപ കേട്ടോ പറഞ്ഞേ. 15 മീറ്ററിൻ്റെ വലിയ LED വരുന്നത്. ഓക്കെ, അപ്പോൾ LED ലൈറ്റിൻ്റെ പർച്ചേസിങ് കഴിഞ്ഞ് ഇനി കുറച്ച് ടൂത്ത് ബ്രഷ് സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങളുണ്ടല്ലോ, ആ ഒറ്റ ദിവസം കൊണ്ട് 3 ഓർഡറാണ് ഇന്നിപ്പോൾ തീർക്കാൻ പോകുന്നത്. കാരണം നമുക്ക് ചെരുപ്പിൻ്റെ ഓർഡർ ഒരുപാട് കിടക്കുന്നുണ്ട്. അതിനെക്കൊണ്ട് ഈ ഓർഡർ, ഈ സദറിനൊക്കെ ഉള്ള ഓർഡർ പെട്ടെന്ന് സദറിന് കിട്ടുന്ന മാത്രം ഓർഡർ എടുക്കുന്നുള്ളൂ. അതല്ലാത്ത നമ്മൾ ഓർഡർ ഒഴിവാക്കലാണ്. കാരണം ഈ പ്ലാസ്റ്റിക്കൊക്കെ വെറുതെ ആൾക്കാരൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കയറി എടുക്കുന്നതാണ് സാധനം. അത്യാവശ്യം നല്ല സാധനം വിലക്കുറവുണ്ടോ അത് മാത്രം ഇവിടുന്ന് സെലക്ട് ചെയ്താൽ മതി. അല്ലാത്ത സാധനം എല്ലാം കൂടി ഇവിടുന്ന് കെട്ടിവാരി കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഡെലിവാരകളുള്ളത് ഇന്നിപ്പോൾ ഒരു ഷോപ്പ് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെതിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഷോപ്പാണ് ഇപ്പോൾ തേടി പോയി കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടേക്ക് സാധനങ്ങളൊക്കെ അത്യാവശ്യം വിലക്കുറവുണ്ട്. 5.50 4.50 മറ്റേ നമ്മളെ ചായ തരിപ്പിനും പിന്നെ ബ്രഷ് സാധനങ്ങളൊക്കെ 5 രൂപ റേഞ്ചിലൊക്കെയാണ് കിടക്കുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഒരു അത്യാവശ്യം റേറ്റ് കുറവാണ് പറഞ്ഞത്. നാട്ടിലത്തെ റേറ്റായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, എന്നിട്ട് എടുക്കണോ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. അതിന് ശേഷം നമ്മൾ പർച്ചേസ് ചെയ്തുള്ള കുറച്ച് വാച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. പക്ഷെ വാച്ച് ഇവിടെ നിന്ന് സദറിന്നൊക്കെ എടുക്കണതിനേക്കാൾ നമ്മളെ ഗഡി മാർക്കറ്റിൽ നിന്നൊക്കെ എടുക്കണം ബെറ്റർ. ക്യാപ്പ് മാതിരി തന്നെ ഹോൾസെയിലർ അടുത്തുനിന്ന് മാക്സിമം ഒന്നിച്ച് ക്വാണ്ടിറ്റി കൂടുതലെടുക്കുക. ക്വാണ്ടിറ്റി കൂടുതലെടുക്കുമ്പോൾ നമുക്ക് പ്രൈസ് കുറയും. ഇപ്പോൾ ഈ ഒരു ഷോപ്പ് തന്നെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഈ ടൈപ്പ് നമ്മളെ ആൾക്കാരെ വാലറ്റ് ഒന്നിച്ച് കിട്ടും. പിന്നെ അതുമാതിരി തന്നെ ബെൽറ്റ് ഒന്നിച്ച് കിട്ടും.
പെർഫ്യൂംസ് ഒന്നിച്ച് കിട്ടും. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഷോപ്പിൽ വന്നിക്കുകയാണെങ്കിൽ എല്ലാ സാധനവും ഒരൊറ്റ ഷോപ്പിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളെടുത്ത സാധനം ഇതുപോലത്തെ ഒരു ബോക്സിലേക്ക് നേരെ പാക്ക് ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ 2 പർച്ചേസിങ് ഇത് അങ്ങോട്ട് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോരോ ഏരിയ ആയിട്ട് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ഇവരുടെ അടുത്ത് കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. ഇവരുടെ അടുത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കൂളിംഗ് ഗ്ലാസ്, ബെൽറ്റ്, പേഴ്സ് ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ഒരു മെച്ചം. പിന്നെ പ്രൈസും അത്യാവശ്യം 3 റുപ്യക്കൊക്കെ ബെൽറ്റ്, ചെറിയ പിള്ളേരെ ബെൽറ്റ് 3 റുപ്യ സ്റ്റാർട്ടിങ്. അപ്പോൾ അതും അത് ഇങ്ങനത്തെ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് കിടക്കുന്നു ഈ ഐറ്റംസ് 3 റുപ്യാണ് ഈ ഐറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് അത്യാവശ്യം റേഞ്ചിൽ സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്തെടുക്കാം.